ഓണത്തിനും ക്രിസ്മസിനുമൊക്കെ ജോലിക്ക് പോകേണ്ടി വരുന്ന അവസ്ഥകളിലാണ് ചില സമയങ്ങളിൽ വളരേണ്ടിയിരുന്നില്ല. ഇങ്ങനെ സ്കൂളിലങ്ങനെ പഠിച്ചാൽ മതിയായിരുന്നു എന്ന് ആലോചിക്കുന്നത്. സ്കൂളിലാകുമ്പോൾ 10 ദിവസത്തെ അവധിയായി, സ്റ്റാറായി, ക്രിസ്മസ് കൂടായി, ഫുൾ കൂടായി, എന്തൊക്കെ ബഹളമാണ് അല്ലേ. അപ്പോൾ നമ്മുടെ കമ്പനിയിലും ചെറിയ രീതിയിൽ ക്രിസ്മസ് ആഘോഷമൊക്കെ ഉണ്ടായിരുന്നു. ചെറിയൊരു പുൽക്കൂടും ചെറിയൊരു ക്രിസ്മസ് ട്രീ ഒക്കെ അവർ സെറ്റാക്കി. പിന്നെ നമ്മുടെ സർപ്രൈസ് ആയിട്ട് നമ്മുടെ സാൻഡ വന്നിട്ട് നമുക്ക് ഷെക്കനൊക്കെ തന്നു, മിഠായിയൊക്കെ തന്നിട്ട് നമ്മൾ ചായ കുടിക്കാൻ ഇറങ്ങിയപ്പോഴത്തേക്കും എല്ലാവരുടെയും അടുക്ക് വന്നിട്ട് മിഠായിയൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു. പിന്നെ നമുക്ക് ഉച്ചയ്ക്ക് സ്പെഷ്യലായിട്ട് കുറച്ച് ഫുഡൊക്കെ കിട്ടി കേട്ടോ. എന്താണെന്ന് വെച്ചാൽ ചിക്കൻ ബിരിയാണിയും പൊറോട്ടയും ഐസ്ക്രീമും ചിക്കൻ കറിയും പിന്നെ കുറച്ച് സാലഡ് അങ്ങനത്തുള്ള കുറച്ച് ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു. മഴയായാലും വെയിലായാലും ഇനി എത്ര തണുപ്പെന്ന് പറഞ്ഞാലും ഐസ്ക്രീം കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ മാക്ക് അടിക്കും. ഐസ്ക്രീമും കുടിച്ച് അവിടെ ഇരുന്നപ്പോഴത്തേക്കും നമ്മൾ പിന്നെ തിരിച്ച് നമ്മൾ കുറച്ച് പട്ടിഷ ഇറക്കാൻ വേണ്ടി പുൽക്കൂട്ടിൻ്റെ അടുത്ത് പോയി ക്രിസ്മസ് ഹാപ്പിയായിട്ട് നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. മേളിൽ നിന്ന് HR ടീമൊക്കെ ഇറങ്ങി വന്നിട്ട് നമ്മൾ ഫോട്ടോ എടുക്കുന്നുണ്ട്, നമ്മളെ ഫോട്ടോ അവരെടുക്കുന്നുണ്ടായിരുന്നു. അതെന്തിനാണെന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. പിന്നെ കുറച്ച് നേരം നമ്മൾ അവിടെ നിന്ന് ഫോട്ടോ ഒക്കെ എടുത്ത് മടുപ്പായി കഴിഞ്ഞപ്പോൾ നമ്മൾ തിരിച്ച് വണ്ടിയിലേക്ക് കയറാൻ പോയപ്പോഴാണ് തിരിച്ച് പിന്നെയും നമുക്കൊരു സർപ്രൈസ് തന്നത്. എന്താണെന്ന് ചെറിയൊരു ലോട്ടി ചോക്കോപ്പായി അതും കിട്ടി. അതെടുത്ത് വീഡിയോ എടുത്തിട്ട് ഞാനിങ്ങനെ വരുമ്പോഴാണ് എന്നെ ട്രോളാൻ വേണ്ടി അവിടെ 2 പേര് വന്ന് നിൽക്കുന്നത്. വേറെ ആരുമല്ല, കാളിയണ്ണനും വിജോയും. 2 പേരും കൂടി ഞാനിങ്ങനെ വീഡിയോ എടുത്ത് ഇപ്പോൾ യൂട്യൂബിലിടും എന്ന് പറഞ്ഞാൽ എന്നെ ട്രോളി നശിപ്പിക്കുന്നുണ്ടായിരുന്നു. എല്ലാം കഴിഞ്ഞ് വണ്ടി കയറി ഇന്നത്തെ ഉള്ള വീഡിയോ ഇത്രയേ ഉള്ളൂ. ബാക്കി ബൈ.